അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ അധ്യായമായ കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക് ഫ്രം സ്റ്റോൺ ടു മെറ്റൽ എന്നുള്ള പാഠഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. പഴയ കാലത്തെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചാണ്, അഥവാ പതിനായിരക്കണക്കിന് വർഷം മുമ്പുള്ള ഹ്യൂമൻസിൻ്റെ ലൈഫിനെ കുറിച്ചാണ് ഈ പാഠഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആദ്യമായി സ്ക്രീനിൽ ഒരു ചിത്രം കാണുന്നുണ്ട്. ഏർലി ഹ്യൂമൻ ലൈഫ്, പ്രാചീന മനുഷ്യജീവിതം, പഴയ കാലത്തുള്ള ഒരുപാട് വർഷം മുമ്പുള്ള ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് കാണുന്നത്. ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്, മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒന്നാമതായി നമുക്ക് മനസ്സിലായത്, ഇവർ പ്രാചീന മനുഷ്യർ എവിടെയാണ് താമസിച്ചിരുന്നത്? ഏർലി ഹ്യൂമൻ ബീയിങ്സ് ലിവ്ഡ് ഇൻ ഫോറസ്റ്റ്, കാട്ടിലാണ് താമസിച്ചിരുന്നത്. മറ്റൊന്ന്, ഇവർ ഗ്രൂപ്പായിട്ട് മൃഗങ്ങളെ ഹണ്ട് ചെയ്തിരുന്നു, വേട്ടയാടി പിടിച്ചിരുന്നു. മൂന്നാമതായി ഇവരുടെ ടൂൾസും വെപ്പൺസും ഒക്കെ പറയുന്നത് ആയുധങ്ങൾ എന്തായിരുന്നു? മരക്കൊമ്പും അതുപോലെ തന്നെ സ്റ്റോണും ഒക്കെ ആയിരുന്നു, കല്ലുകൊണ്ടുള്ള ആയുധങ്ങളൊക്കെയാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. നാലാമതായി ഇവരുടെ വസ്ത്രം, ഇവരുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇലകൾ കൊണ്ടും മൃഗങ്ങളുടെ തോലുകൾ കൊണ്ടും ഒക്കെയുള്ള ഡ്രസ്സാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാകുന്നുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ശിലായുഗത്തെക്കുറിച്ചാണ്, സ്റ്റോൺ ഏജിനെ കുറിച്ചാണ്. ശില എന്ന് പറഞ്ഞാൽ സ്റ്റോൺ അഥവാ കല്ല് എന്നാണ് അർത്ഥം. അപ്പോൾ പ്രാചീന കാലത്ത് മനുഷ്യർ എല്ലാ കാര്യത്തിനും, മൃഗങ്ങളെ വേട്ടയാടാനും അതുപോലെ തന്നെ മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാം ഉപയോഗിച്ചിരുന്ന ഒരു ആയുധം എന്ന് പറയുന്നത്, ടൂൾ എന്ന് പറയുന്നത് സ്റ്റോൺ ആയിരുന്നു, കല്ലായിരുന്നു. അപ്പോൾ മനുഷ്യർ എല്ലാത്തിനും കല്ല് ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് ശിലായുഗം എന്ന് പറയുന്നത്, അഥവാ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. ആഹാരം സമ്പാദിക്കാനും മൃഗങ്ങളെ വേട്ടയാടാനും അതുപോലെ തന്നെ മൃഗങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനും ഒക്കെ മനുഷ്യർ എന്താണ് ഉപയോഗിച്ചിരുന്നത്? പിന്നെ കല്ലുകളാണ്, സ്റ്റോണാണ് ഉപയോഗിച്ചിരുന്നത് വെപ്പൺസ് ആയിക്കൊണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റോണ് ഉപയോഗിച്ചിരുന്ന, ശില ഉപയോഗിച്ചിരുന്ന അഥവാ കല്ല് ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് ശിലായുഗം എന്ന് പറയുന്നത്. ശിലായുഗത്തെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്രാചീന ശിലായുഗം, പാലിയോലിത്തിക് ഏജ്. മറ്റൊന്ന് നവീന ശിലായുഗം അഥവാ നിയോലിത്തിക് ഏജ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പ്രാചീന ശിലായുഗത്തിലെ പാലിയോലിത്തിക് ഏജിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ടൂൾസാണ്, കല്ലുകൊണ്ടുള്ള ടൂൾസാണ്, സ്റ്റോൺ കൊണ്ടുള്ള ടൂൾസാണ് കാണുന്നത്. ഈ ടൂൾസിനൊരു പ്രത്യേകതയുണ്ട്. ഈ ടൂൾസ് റഫ് സ്റ്റോൺസ് ആണ്, അതായത് പരുക്കൻ ആയുധങ്ങളാണ്. പരുക്കൻ ആയുധങ്ങൾ അഥവാ റഫ് സ്റ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂർപ്പില്ലാത്ത അഥവാ മിനുസമില്ലാത്ത, ഷാർപ്പും അല്ല അതുപോലെ തന്നെ പോളിഷും ചെയ്തിട്ടില്ല. അപ്പോൾ മിനുസമില്ലാത്ത, കൂർപ്പില്ലാത്ത കല്ലിനൊക്കെയാണ് പരുക്കൻ കല്ല് എന്ന് പറയാം. അത്തരം കല്ലുകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി എന്താണ് നമുക്ക് പ്രാചീന ശിലായുഗം, പാലിയോലിത്തിക് ഏജ് എന്ന് നോക്കാം. പാലിയോലിത്തിക് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധങ്ങൾക്കും ഉപകരണങ്ങൾക്കും വേണ്ടി, ടൂൾസിനും വെപ്പൺസിനും ഒക്കെ വേണ്ടി മനുഷ്യർ പിന്നെ പരുക്കൻ കല്ലുകൾ, റഫ് സ്റ്റോൺസ് ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് എന്ത്? പ്രാചീന ശിലായുഗം അഥവാ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പാലിയോലിത്തിക് ഏജിൻ്റെ, പ്രാചീന ശിലായുഗത്തിൻ്റെ ഈ യുഗം എന്ന് പറയുമ്പോൾ ഒരുപാട് കാലമാട്ടോ. ഈ പ്രാചീന ശിലായുഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലഘട്ടം അതിൽ ഉൾപ്പെടുന്നുണ്ട്. യുഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ ചേർന്നതാണ് യുഗം എന്നൊക്കെ, ഈ ഏജ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇനി പ്രാചീന ശിലായുഗത്തിലെ പാലിയോലിത്തിക് ഏജിൻ്റെ കുറച്ച് സവിശേഷതകൾ നമുക്ക് പറയാം, ഫീച്ചേഴ്സ് പറയാം. ഒന്നാമതായി അവർ പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചു, റഫ് സ്റ്റോൺസ് യൂസ് ചെയ്തു. രണ്ടാമതായി അവർ ഗുഹകളിലാണ് താമസിച്ചത്, അവർ കേവ്സിലാണ് താമസിച്ചിരുന്നത്. മൂന്നാമതായി അവർ കാട്ടുകിഴങ്ങുകളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ ഭക്ഷിച്ചിരുന്നു. നാലാമതായി അവർ മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിച്ചു, മൃഗങ്ങളെ, അനിമൽസിനെ ഹണ്ട് ചെയ്ത് അവർ അറ്റാക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, ഫുഡിന് വേണ്ടി പിടിച്ചിരുന്നു. അടുത്തതായും അവർ തീ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു, ഫയർ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു ഈ പാലിയോലിത്തിക് ഏജിൽ, പ്രാചീന ശിലായുഗത്തിൽ. ഇനി ഒരു ക്വസ്റ്റ്യനാണ്, ആദിമ മനുഷ്യൻ അതായത് ഏർലി ഹ്യൂമൻസ് പരുക്കൻ കല്ലുകളും റഫ് സ്റ്റോൺസും അതുപോലെ തീയും ഫയറും എന്തിനു വേണ്ടിയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, ഒന്നാമതായി ടു ഹണ്ട് അനിമൽസ്, മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി ഉപയോഗിച്ചു. രണ്ടാമതായി ടു ഡിഫെൻഡ് വൺസെൽഫ് ഫ്രം ദ അറ്റാക്ക് ഓഫ് അനിമൽസ്, അതായത് മൃഗങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി കല്ല് ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ടു ഡിഗ് അപ്പ് എഡിബിൾ ട്യൂബേഴ്സ്, അതായത് കാട്ടുകിഴങ്ങുകളൊക്കെ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കാൻ വേണ്ടി കല്ല് ഉപയോഗിച്ചിരുന്നു. ഇനി എന്തിനാണ് തീ ഉപയോഗിച്ചിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫയർ പ്രധാനമായും ഉപയോഗിച്ചത് ഒന്ന് തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി തീ
കത്തിച്ചിരുന്നു. രണ്ടാമതായി ഇവർ പിടിച്ച മൃഗങ്ങളെ അനിമൽസിനെ വേവിക്കാൻ വേണ്ടി ഫുഡാക്കാൻ വേണ്ടിയിട്ട് വേവിക്കാൻ വേണ്ടി തീ ഉപയോഗിച്ചിരുന്നു. അതുപോലെ അനിമൽസിനെ പേടിപ്പിക്കാൻ വേണ്ടി രാത്രിയൊക്കെ അനിമൽസ് അവരുടെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി തീ ഉപയോഗിച്ചിരുന്നു. ഇതാണ് അതിൻ്റെ ഉത്തരം. ഇനി നമ്മൾ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു ശിലായുഗം സ്റ്റോൺ ഏജ് രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് പാലിയോലിത്തിക് ഏജ്, മറ്റൊന്ന് നിയോലിത്തിക് ഏജ്, നവീന ശിലായുഗം. ഇനി നവീന ശിലായുഗത്തെക്കുറിച്ചാണ് പറയുന്നത്. നവീന ശിലായുഗവുമായി ബന്ധപ്പെട്ട കുറച്ച് പിക്ചേഴ്സാണ് സ്ക്രീനിൽ കാണുന്നത്. ഒന്നാമത്തെ പിക്ചർ ഒരു വീടുണ്ടാകുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്, ഒരു ഹൗസ് ബിൽഡ് ചെയ്യുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി കൃഷിയെയാണ് സൂചിപ്പിക്കുന്നത്. ഒരാൾ കുറച്ച് വൈക്കോലോ അങ്ങനെ എന്തോ പുല്ല് പിടിച്ചുകൊണ്ട് അത് കൃഷിയെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രമാണ്. മൂന്നാമതായി മൺപാത്രം നിർമ്മിക്കുന്ന, പോട്ട് നിർമ്മിക്കുന്ന, ക്ലേ കൊണ്ട് പോട്ട് നിർമ്മിക്കുന്ന ഒരു ചിത്രമാണ്. നാലാമതായി ഒരു ചക്രത്തിൻ്റെ ഒരു വീലിൻ്റെ ചിത്രമാണ് കാണുന്നത്. ഇനി അതിന് താഴെ കാണുന്നത് നവീന ശിലായുഗത്തിലെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ടൂൾസാണ്. അതായത് നിയോലിത്തിക് ഏജിലെ ഹ്യൂമൻസ് യൂസ് ചെയ്തിരുന്ന ടൂൾസും വെപ്പൺസുമാണ് കാണുന്നത്. ഈ ടൂൾസിനും വെപ്പൺസിനും ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണ് പ്രത്യേകത? പാലിയോലിത്തിക് ഏജിനെ അപേക്ഷിച്ചുകൊണ്ട് പാലിയോലിത്തിക് ഏജിൽ എന്ത് സ്റ്റോൺ ആയിരുന്നു? റഫ് സ്റ്റോൺസ് ആയിരുന്നു, പരുക്കൻ കല്ലുകളായിരുന്നു, കൂർപ്പുണ്ടായിരുന്നില്ല, മിനുസമുണ്ടായിരുന്നില്ല. എന്നാൽ നിയോലിത്തിക് ഏജിലായപ്പോൾ കല്ലുകൾ എന്തായി മാറി? ഷാർപ്പറായി മാറി, നല്ല കൂർത്ത കല്ലുകളായി മാറി. അതുപോലെ തന്നെ നല്ല പോളിഷ്ഡ് സ്റ്റോൺസ് ആയി മാറി, നല്ല മിനുസപ്പെടുത്തിയ കല്ലുകളായി മാറി. അപ്പോൾ കൂർത്ത കല്ലുകളും മിനുസപ്പെടുത്തിയ കല്ലുകളും അഥവാ ഷാർപ്പറും പോളിഷ്ഡുമായ സ്റ്റോൺസ് ആണ് ഈ നിയോലിത്തിക് ഏജിലെ ആളുകൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് നവീന ശിലായുഗം, നിയോലിത്തിക് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പറയേണ്ട ഉത്തരം, നവീന ശിലായുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ കൂർത്തതും മിനുസമുള്ളതുമായ ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ച കാലഘട്ടമാണ് നവീന ശിലായുഗം. ഹ്യൂമൻസ് ഷാർപ്പറായതും അതുപോലെ തന്നെ പോളിഷ്ഡ് ആയതുമായ പിന്നെ ടൂൾസും വെപ്പൺസും യൂസ് ചെയ്തിരുന്ന പീരീഡാണ് നിയോലിത്തിക് ഏജ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇനി നിയോലിത്തിക് ഏജിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ പറയാം. ഒന്നാമതായി എന്തുപയോഗിച്ചിരുന്നു? മൂർച്ചയുള്ള ആയുധങ്ങൾ, ഷാർപ്പർ വെപ്പൺസും ടൂൾസും ഉപയോഗിച്ചു. രണ്ടാമതായി മിനുസപ്പെടുത്തിയ ആയുധങ്ങൾ, പോളിഷ്ഡ് ടൂൾസും വെപ്പൺസും ഉപയോഗിച്ചു. മൂന്നാമതായി വീട് നിർമ്മിച്ചിരുന്നു, സ്ഥിരമായി ഒരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങി. പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു, കൃത്യമായ ഒരു വീടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ നിയോലിത്തിക് പീരീഡ് ആയപ്പോൾ എന്തായി? ആളുകൾ സ്ഥിരമായി ഒരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങി. അതിനുവേണ്ടി അവർ ഹൗസൊക്കെ ബിൽഡ് ചെയ്യാൻ തുടങ്ങി, വീടൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അവർ കൃഷി ചെയ്യാൻ തുടങ്ങി, കൃഷി ചെയ്യാൻ തുടങ്ങി, കൃഷി വർദ്ധിച്ചു. അതുപോലെ തന്നെ അവർ മൺപാത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി, കളിമണ്ണ് കൊണ്ട് പോട്ട്സ് നിർമ്മിക്കാൻ തുടങ്ങി. അടുത്തതായി അവർ മൃഗങ്ങളെ ഇണക്കി വളർത്തി. അവർ അനിമൽസിനെ പിന്നെ ടേം ചെയ്യാൻ തുടങ്ങി, അനിമൽസിനെ ഇണക്കി വളർത്താൻ തുടങ്ങി. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി, പാലിന് വേണ്ടിയും കൃഷിക്ക് വേണ്ടിയുമെല്ലാം, യാത്ര ചെയ്യാൻ വേണ്ടിയുമെല്ലാം അനിമൽസിനെ അവർ ഇണക്കി വളർത്താൻ തുടങ്ങി. ഇതൊക്കെ നവീന ശിലായുഗത്തിൻ്റെ അഥവാ നിയോലിത്തിക് പീരീഡിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ഈ പ്രാചീന ശിലായുഗം നവീന ശിലായുഗം തമ്മിൽ എന്തൊക്കെ വ്യത്യാസമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്താണ്? ഒന്ന്, സ്ഥിരവാസം ആരംഭിച്ചു. ഒരു നിശ്ചിത സ്ഥലത്ത് വീട് നിർമ്മിക്കാൻ തുടങ്ങി, ഹൗസൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി, സ്ഥിരവാസം ആരംഭിച്ചു. അതുപോലെ തന്നെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? കൃഷി ചെയ്യാൻ തുടങ്ങി, കൃഷി ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ മൃഗങ്ങളെ ഇണക്കി വളർത്താനൊക്കെ തുടങ്ങി. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ എഴുതണം. അതുപോലെ തന്നെ കൂർത്ത റഫ് സ്റ്റോൺസിന് പകരം ഷാർപ്പറായ പോളിഷ് ചെയ്ത ആയുധങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി എന്നൊക്കെ നിങ്ങൾ എഴുതേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് പാലിയോലിത്തിക് ഏജ്, മറ്റൊന്ന് നിയോലിത്തിക് ഏജ്. ഇനി മറ്റൊരു ഏജും കൂടി പറയുന്നുണ്ട്, അതാണ് താമ്രശിലായുഗം അഥവാ ചാൽക്കോലിത്തിക് ഏജ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലാണ് മനുഷ്യർ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്, സ്റ്റോണാണ് ഉപയോഗിച്ചിരുന്നത്. ആ സ്റ്റോണിൻ്റെ കൂടെ മെറ്റലായ ലോഹമായ ചെമ്പ് അഥവാ കോപ്പറും കൂടി മനുഷ്യർ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ചെമ്പ് കൊണ്ടും അഥവാ കോപ്പർ കൊണ്ടും സ്റ്റോൺ കൊണ്ടുമുള്ള ഉപകരണങ്ങൾ രണ്ടും ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ്, പീരീഡിനെയാണ് എന്ത് പറയുന്നത്? ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. കല്ലുകൊണ്ടുള്ള ടൂൾസും വെപ്പൺസും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കോപ്പർ കൊണ്ടുള്ള ടൂൾസും വെപ്പൺസും ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് പിന്നെ താമ്രശിലായുഗം, ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഇവരെന്തുകൊണ്ടാണ് ചെമ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയത്?
കല്ലിനേക്കാളും സ്റ്റോണിനേക്കാളും പെട്ടെന്ന് കൂർപ്പിക്കാനും മിനുസപ്പെടുത്താനും എല്ലാം രൂപമാറ്റം വരുത്താനും ഒക്കെ പറ്റുന്നത് എന്താണ്? ചെമ്പ് പെട്ടെന്ന് ആയുധമാക്കാൻ സാധിക്കും. കല്ലിനേക്കാളും വേഗത്തിൽ ആയുധമാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവർ ചെമ്പും കൂടി ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇനി മറ്റൊരു ഏജിനെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് വെങ്കലയുഗം അഥവാ ബ്രോൺസ് ഏജ്. വെങ്കലയുഗം അഥവാ ബ്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെങ്കലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റലാണ്, ഒരു ലോഹമാണ്. ആ മെറ്റൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കോപ്പറും അതിൻ്റെ കൂടെ ടിൻ എന്ന് പറയുന്ന മെറ്റലും, ഇത് രണ്ടും ചേർത്തിട്ടാണ്, കോപ്പറും ടിന്നും ചെമ്പും ഈയവും ചേർത്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ബ്രോൺസ് അഥവാ വെങ്കലം നിർമ്മിക്കുന്നത്. വെങ്കലത്തിന് മലയാളത്തിൽ ഓട് എന്ന് പറയാറുണ്ട്. ഓട്ട് പാത്രങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ല, ഓട് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ, ടൂൾസും വെപ്പൺസും നിർമ്മിക്കാൻ വേണ്ടി വെങ്കലം ഉപയോഗിച്ച കാലഘട്ടമാണ്, ബ്രോൺസ് ഉപയോഗിച്ച കാലഘട്ടമാണ് ബ്രോൺസ് ഏജ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒരു ഫ്ലോ ചാർട്ടായി കാണിക്കാം. ഒന്ന്, ആദ്യം താഴെ നിന്ന് മുകളിലേക്കാണ് നോക്കേണ്ടത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കാലം ഏതായിരുന്നു? മനുഷ്യർ ജീവിച്ച ആദ്യത്തെ കാലമാണ് പ്രാചീന ശിലായുഗം, പാലിയോലിത്തിക് ഏജ്. രണ്ടാമതായി വന്നത് നവീന ശിലായുഗം അഥവാ നിയോലിത്തിക് ഏജ്. പിന്നീട് വന്നത് താമ്രശിലായുഗം, ചാൽക്കോലിത്തിക് ഏജ്. ഈ താമ്രശിലായുഗത്തിലാണ്, ചാൽക്കോലിത്തിക് ഏജിലാണ് കല്ലും ഉപയോഗിച്ചിരുന്നു, അതുപോലെ തന്നെ കോപ്പറും ഉപയോഗിച്ചിരുന്നു. അടുത്തതായിരുന്നു ഏത്? വെങ്കലയുഗം, ബ്രോൺസ് ഏജ്, അതായത് വെങ്കലം കൊണ്ടുള്ള ടൂൾസും വെപ്പൺസും ഉപയോഗിച്ച കാലഘട്ടം. അപ്പോൾ പ്രധാനമായും 4 യുഗങ്ങളെക്കുറിച്ച്, ഏജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ചിത്രത്തിൽ കാണിക്കുന്ന ഫ്ലോ ചാർട്ട്. അപ്പോൾ നമ്മൾ വെങ്കലയുഗം, ബ്രോൺസ് ഏജിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ബ്രോൺസ് ഏജിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായത്, ഹ്യൂമൻ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഒന്നാമതായി കൃഷി വ്യാപിച്ചു, അഗ്രികൾച്ചർ ഇംപ്രൂവ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഉൽപ്പാദനം കൂടി, ഹാർവെസ്റ്റ്, നല്ല രീതിയിലുള്ള വിളവ് ഉണ്ടായി. കൃഷിയിൽ നിന്ന് നല്ല ഉൽപ്പാദനം, നെല്ലും ഗോതമ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടായി കൃഷി കൂടിയപ്പോൾ. രണ്ടാമതായി ഇങ്ങനെ കൃഷിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച, പ്രൊഡ്യൂസ് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ, അതായത് ഭക്ഷ്യധാന്യങ്ങളും മറ്റും ആളുകൾ കളക്ട് ചെയ്യാൻ തുടങ്ങി, സ്റ്റോർ ചെയ്യാൻ തുടങ്ങി, സംഭരിക്കാൻ തുടങ്ങി. മൂന്നാമതായി കാർഷിക വിഭവങ്ങൾ, ഈ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്, മനുഷ്യർ കൃഷി ചെയ്തുണ്ടാക്കുന്ന വിളകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള, കൈമാറ്റം ചെയ്യാനുള്ള പൊതുസ്ഥലങ്ങൾ രൂപം കൊണ്ട്, അഥവാ മാർക്കറ്റുകൾ, ചന്തകളൊക്കെ രൂപം കൊണ്ട്, ഒരാളുണ്ടാക്കുന്ന നെല്ല് കൊണ്ടുപോയി വിറ്റുകൊണ്ട് അയാൾക്ക് പച്ചക്കറി പകരം വാങ്ങാനുള്ള ചന്തകളൊക്കെ, കൈമാറ്റം ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ രൂപം കൊണ്ടു. അടുത്തത് പുതിയ കാർഷികോപകരണങ്ങളുടെ ഉപയോഗം ഉണ്ടായി, അതുപോലെ നിർമ്മാണമൊക്കെ വർദ്ധിച്ചു. അതായത് പുതിയ അഗ്രികൾച്ചറൽ ടൂൾസും വെപ്പൺസും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ആളുകൾ ഈ മെറ്റൽസൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, കോപ്പറും അതുപോലെ തന്നെ ബ്രോൺസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കാർഷിക ഉപകരണങ്ങൾ, ടൂൾസൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അതിൻ്റെ നിർമ്മാണമൊക്കെ ആരംഭിച്ചു. അതുപോലെ ആളുകൾ കന്നുകാലികളെ വളർത്താൻ ആരംഭിച്ചു, കാറ്റിൽസിനെ വളർത്താൻ ആരംഭിച്ചു. അവർക്ക് ഫുഡിന് വേണ്ടിയിട്ടും അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ പിന്നെ കന്നുകാലികളെ വളർത്താൻ ആരംഭിച്ചു. നിലമുഴാൻ വേണ്ടിയിട്ടൊക്കെ, കൃഷിക്ക് വേണ്ടിയിട്ടൊക്കെ കന്നുകാലികളെ വളർത്താൻ ആരംഭിച്ചു. അടുത്തതായി ഇവർ മൺപാത്ര നിർമ്മാണം ആരംഭിച്ചു, പോട്ടറി, ക്ലേ കൊണ്ട് പോട്ടുണ്ടാക്കിയിട്ട് മൺപാത്ര നിർമ്മാണം ആരംഭിച്ചു. അടുത്തത് ഇവർ ആഭരണ നിർമ്മാണം, ഓർണമെൻറ്റ്സ് മേക്കിംഗ് ഇവർക്കറിയാം, ഇവർ ആരംഭിച്ചു. അതുപോലെ പിന്നെ ഇവർ ചെയ്തത് ഇഷ്ടിക നിർമ്മാണം, ബ്രിക്ക് മേക്കിംഗ്, ബ്രിക്സൊക്കെ മേക്ക് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തുണി നെയ്ത്ത്, വസ്ത്രങ്ങൾ നെയ്യാൻ തുടങ്ങി, വേവിങ് ഇവർ ആരംഭിച്ചു. ഇതൊക്കെ വെങ്കലയുഗത്തിലുണ്ടായ മാറ്റങ്ങളാണ്, ചേഞ്ചസ് ആണ്. അപ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട ഒക്യുപ്പേഷണൽ ഫീൽഡ്സ് അഥവാ തൊഴിൽ മേഖലകൾ, എന്തൊക്കെ തൊഴിലായിരുന്നു അവർ ചെയ്തിരുന്നത്? ഒന്ന്, അവർ കൃഷി ചെയ്തിരുന്നു, അഗ്രികൾച്ചർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ കാറ്റിൽ റിയറിങ്, കന്നുകാലികളെ വളർത്തിയിരുന്നു. അതുപോലെ മൺപാത്രം നിർമ്മിച്ചിരുന്നു. പിന്നെ ഓർണമെൻറ്റ്സ് മേക്ക് ചെയ്തിരുന്നു, ബ്രിക്സ് മേക്ക് ചെയ്തിരുന്നു, വീവിങ്, തുണി ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് തൊഴിൽ അവർ ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ വെങ്കലയുഗത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, ബ്രോൺസ് ഏജിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഈ വെങ്കലയുഗ കാലഘട്ടത്തിൽ ഒരുപാട് നഗരങ്ങൾ രൂപം കൊണ്ടു, ഒരുപാട് വലിയ സിറ്റീസ് രൂപം കൊണ്ടു, ആൻഷ്യൻ്റ് സിറ്റീസ് രൂപം കൊണ്ടു, നഗരങ്ങൾ രൂപം കൊണ്ടു. ഈ നഗരങ്ങളിലെല്ലാം ആളുകൾ താമസിക്കാൻ തുടങ്ങി. ആ നഗരങ്ങളൊക്കെ നല്ല രീതിയിൽ വികസിച്ചു. ഇങ്ങനെ വികസിച്ച നഗരങ്ങൾ, നല്ല രീതിയിലുള്ള ഇത്തരം വലിയ നഗരങ്ങളെ സംസ്കാരങ്ങൾ എന്ന് വിളിക്കാൻ തുടങ്ങി. ഒരു പ്രത്യേക പ്രദേശത്തെ നഗരങ്ങളെയെല്ലാം സംസ്കാരങ്ങൾ, ആ നഗരത്തെ ഓരോ സംസ്കാരങ്ങളുടെ പേരിൽ സിവിലൈസേഷൻ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് ലോകത്ത്
വെങ്കലയുഗ സംസ്കാരങ്ങളുടെ കേന്ദ്രങ്ങൾ, സെൻറ്റേഴ്സ് ഓഫ് ദ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ രൂപപ്പെട്ടത്. അതായത് വെങ്കലയുഗ കാലഘട്ടത്തിൽ മനുഷ്യർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വലിയ വലിയ നഗരങ്ങൾ, സിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ആ സിറ്റികൾ രൂപം കൊണ്ടത്, അഥവാ ആ സിറ്റികളിൽ എങ്ങനെയാണ് ഒരു സിവിലൈസേഷൻ, സംസ്കാരം, ജനങ്ങളുടെ ജീവിത രീതിക്കാണ് സിവിലൈസേഷൻ എന്ന് പറയുക, സംസ്കാരം എന്ന് പറയുക. അപ്പോൾ എങ്ങനെയാണ് ഈ സിവിലൈസേഷൻസ്, സാംസ്കാരിക കേന്ദ്രങ്ങളൊക്കെ രൂപം കൊണ്ടത് എന്നാണ് ചോദ്യം. ഇനി അതിൻ്റെ ആൻസറുകളാണ് പറയുന്നത്. ഒന്നാമതായി, ആളുകൾ വെങ്കലയുഗത്തിൽ അവരുടെ ടൂൾസും വെപ്പൺസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് തുടങ്ങി, ഒരുപാട് കൃഷി തുടങ്ങി. അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് അവർ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ഒരുപാട് നെല്ലും പച്ചക്കറികളും അതുപോലെയുള്ള ആഭരണങ്ങളും മൺപാത്രങ്ങളും പിന്നെ ഇഷ്ടികളും ഒക്കെ അവർ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, പരസ്പരം കൈമാറാൻ തുടങ്ങി, എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഒരാൾക്ക് ഇഷ്ടിക വേണം വീട് വെക്കാൻ, അപ്പോൾ അയാൾക്ക് ഇഷ്ടിക കൊടുക്കുന്നു. ഇയാൾക്ക് ഭക്ഷണത്തിന് നെല്ല് വേണം, അപ്പോൾ ധാന്യങ്ങൾ ഇവർ മേടിക്കുന്നു. അപ്പോൾ അങ്ങനെ കൈമാറാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ എന്തുണ്ടായി, ഒരു പരസ്പര ആശ്രയത്വം, ഒരു മ്യൂച്വൽ ഡിപ്പെൻഡൻസ്. പരസ്പര ആശ്രയത്വം എന്ന് പറഞ്ഞാൽ ആളുകൾ തമ്മിൽ ഒരു സൗഹാർദ്ദം, ഒന്ന് കൊടുത്താൽ പകരം ഇങ്ങോട്ട് ഒന്ന് തരിക. അങ്ങനെയുള്ള ആളുകൾ, എല്ലാ കാര്യത്തിനും ആളുകൾ തമ്മിൽ ആശ്രയിക്കാൻ തുടങ്ങി. ഒരാളെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനും മറ്റൊരാൾക്ക് തിരിച്ചു കൊടുക്കാനും ഇങ്ങനെ ആളുകൾ തമ്മിലൊരു സൗഹാർദ്ദമുണ്ടായി. അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ജോലികളിൽ ഇവർ ഏർപ്പെട്ടു എന്ന് പറഞ്ഞില്ല, ഒരുപാട് ഓക്യുപ്പേഷൻസ് ഇവർ ചെയ്തു. ആഭരണങ്ങളും ഇഷ്ടികകളും പിന്നെ മൺപാത്രങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കണമല്ലോ. അപ്പോൾ വിൽക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു, കരയിലൂടെയും കടലിലൂടെയും ഒക്കെ കച്ചവട ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അവർ ഇൻലാൻഡും അതുപോലെ തന്നെ മാരിടൈം ട്രേഡ്, കടലിലൂടെയും അതുപോലെ തന്നെ കപ്പലിലൂടെ പിന്നെ കരയിലൂടെയൊക്കെ നടന്നുകൊണ്ട് ഈ സാധനങ്ങൾ വിദൂര ദേശങ്ങളിലേക്ക്, ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തു, കയറ്റി അയക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പിന്നെ എന്ത് വർദ്ധിച്ചു, ഗതാഗത സൗകര്യങ്ങൾ, റോഡ്, അതുപോലെ തന്നെ കപ്പൽ, പിന്നെ വഞ്ചികൾ, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസൊക്കെ വർദ്ധിച്ചു. അടുത്തത്, ഇങ്ങനെ ജനങ്ങൾ വർദ്ധിച്ചപ്പോൾ ഗതാഗത സൗകര്യങ്ങൾ, റോഡുകളുണ്ടായി, അതുപോലെ കച്ചവടം വർദ്ധിച്ചു. അപ്പോൾ ഒരുപാട് ജനങ്ങൾ അങ്ങനെ ഉണ്ടായപ്പോൾ ഈ ജനങ്ങളെ നിയന്ത്രിക്കാൻ എന്ത് വേണം, കുറച്ച് ഭരണാധികാരികളുമാണല്ലേ, ഗവൺമെൻറ് ആവശ്യമാണ്. അപ്പോൾ ഈ ജനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി എന്ത് രൂപം കൊണ്ടു, ഭരണാധികാരി അഥവാ ഗവൺമെൻറ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. അപ്പോൾ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ രൂപം കൊണ്ടു. അങ്ങനെ പിന്നെ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് കച്ചവടമൊക്കെ വർദ്ധിച്ചു. ആളുകൾ മാർക്കറ്റൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി, ചന്തകളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ നദികളുടെയൊക്കെ നദീതീരങ്ങളിലാണ് പിന്നെ ഈ സിറ്റികളൊക്കെ, നഗരങ്ങളൊക്കെ രൂപപ്പെട്ട് തുടങ്ങിയത്. വലിയ വലിയ നഗരങ്ങൾ നദിയുടെ തീരങ്ങളിൽ, റിവേഴ്സിൻ്റെ വാലികളിൽ രൂപപ്പെട്ടു. എന്താണ് കാരണം നദിയിലൂടെയാണ് ഈ സാധനങ്ങളൊക്കെ കപ്പലിൽ അല്ലെങ്കിൽ വഞ്ചിയിലൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുക. ഇവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ മറ്റു ദൂര പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്താവശ്യമാണ്, ഈ നദികളിലൂടെ തോണിയിലും അങ്ങനെയുള്ള വഞ്ചിയിലൊക്കെയാണ് കൊണ്ടുപോകുക. അപ്പോൾ അതുകൊണ്ടാണ് നദിയുടെ തീരത്ത് വലിയ നഗരങ്ങൾ രൂപപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ നദിയുടെ തീരത്ത് രൂപപ്പെട്ട വലിയ സിറ്റീസാണ് എന്തായി മാറിയത്, വെങ്കലയുഗ സംസ്കാരങ്ങളുടെ കേന്ദ്രങ്ങളായി മാറിയത്. അതായത് പിന്നെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ലോകത്ത് ഒരുപാട് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ സെൻറ്ററുകളുണ്ട്, വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങളുണ്ട്. അഥവാ നദിയുടെ കരയിൽ രൂപപ്പെട്ട ഒരുപാട് നഗരങ്ങളുണ്ട് വെങ്കലയുഗത്തിൽ. ഇതിൻ്റെയൊക്കെ പുരോഗതിയുടെ ഭാഗമായിക്കൊണ്ട്, മനുഷ്യൻ്റെ പുരോഗതിയുടെ ഭാഗമായിക്കൊണ്ട് ഒരുപാട് പിന്നെ സിറ്റികൾ രൂപം കൊണ്ടിട്ടുണ്ട്. ആ സിറ്റികളാണ് എന്തായി മാറിയത്, വെങ്കലയുഗ സംസ്കാരങ്ങളുടെ കേന്ദ്രങ്ങൾ, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ സെൻറ്റേഴ്സായി മാറിയത്. എങ്ങനെയാണ് മാറിയത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പോയിന്റ് ആയിക്കൊണ്ട് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ലോകത്ത് ഒരുപാട് വെങ്കലയുഗ സംസ്കാരങ്ങൾ, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത്? പ്രധാനമായും 4 എണ്ണമാണ്. 1 മെസപ്പൊട്ടോമിയൻ സംസ്കാരം അഥവാ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, 2 ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, 3 ചൈനീസ് സിവിലൈസേഷൻ, 4 ഹരപ്പൻ സിവിലൈസേഷൻ അഥവാ ഹരപ്പൻ സംസ്കാരം. ഇനി ഇതിനെ ഓരോന്നിനെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പറയാം. ആദ്യമായി പറയുന്നത് മെസപ്പൊട്ടോമിയൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. ഇത് എവിടെയാണ്? ഈ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, മെസപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ മീനിങ്, അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്
ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്, രണ്ടു നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഏതൊക്കെയാണ് രണ്ട് നദികൾ? ആ രണ്ട് നദികളാണ് യൂഫ്രട്ടീസ് എന്നുള്ള നദിയും ടൈഗ്രീസ് എന്നുള്ള നദിയും. അപ്പോൾ ഈ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിക്കരയിലാണ് ഈ പട്ടണം മെസപ്പൊട്ടേമിയ എന്നുള്ള പട്ടണം വളർന്നു വന്നുകൊണ്ട് അവിടെ നല്ല ഒരു സിവിലൈസേഷൻ, മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ സംസ്കാരം വളർന്നു വന്നത്. ഈ മെസപ്പൊട്ടേമിയ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? ഇന്നത്തെ ഇറാഖിലാണ് ആ സ്ഥലമുള്ളത്. പഴയ കാലത്ത് അതിന് പറയുന്ന പേരാണ് മെസപ്പൊട്ടേമിയ. ഇനി അവിടുത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന സ്ക്രിപ്റ്റ് ആയിരുന്നു, എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന അവരുടെ സ്ക്രിപ്റ്റിനെ പറയുന്ന പേരാണ് ക്യൂണിഫോം സ്ക്രിപ്റ്റ്. അതുപോലെ തന്നെ അവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു സിഗുറാത്ത് എന്ന് പറയുന്നത്. സിഗുറാത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബേൺഡ് ബ്രിക്സ് കൊണ്ട് വലിയ ഈ ചുട്ട കട്ടകൾ കൊണ്ട്, ചുട്ട ഇഷ്ടികൾ കൊണ്ട് നിർമ്മിച്ച വലിയ ടെമ്പിൾ കോംപ്ലക്സുകളാണ്, ക്ഷേത്രങ്ങളാണ്, അഥവാ ദേവാലയങ്ങളാണ്, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളാണ്, ആരാധനാലയങ്ങളാണ് ഈ സിഗുറാത്ത് എന്ന് പറയുന്നത്. ഇത് നിർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ്? ബേൺഡ് ബ്രിക്സ് കൊണ്ടാണ്, ചുട്ട ഇഷ്ടികൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട സിവിലൈസേഷൻ ആയിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഇത് ഏത് നദിക്കരയിലായിരുന്നു? ഇത് നൈൽ റിവറിൻ്റെ, നൈൽ നദിയുടെ വാലീസിലാണ് ഈ സിവിലൈസേഷൻ വികസിച്ചത് അഥവാ ഫ്ലോറിഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഈജിപ്തിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? നെയിലിൻ്റെ ദാനം അഥവാ ദ ഗിഫ്റ്റ് ഓഫ് ദ നെയിൽ എന്ന് നമ്മൾ ഈജിപ്തിനെ വിളിക്കാറുണ്ട്. നെയിലിൻ്റെ തീരത്ത് വളർന്നു വന്നതായതുകൊണ്ടാണ് ഈജിപ്തിനെ അങ്ങനെ വിളിക്കുന്നത്. ഇനി അവിടെ ഉണ്ടായിരുന്ന സ്ക്രിപ്റ്റ് ഏതായിരുന്നു? ഈജിപ്തിൽ ഉണ്ടായിരുന്ന സ്ക്രിപ്റ്റ് ഹൈറോഗ്ലിഫിക്സ് സ്ക്രിപ്റ്റാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇനി ഈജിപ്തിലുള്ള ഒരു പ്രത്യേകതരം ബിൽഡിങ്ങുകളാണ് പിരമിഡുകൾ എന്ന് പറയുന്നത്. പിരമിഡുകളുടെ ചിത്രമാണ് സ്ക്രീനിൽ കാണുന്നത്. പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്തിലെ രാജാക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരെ അടക്കം ചെയ്തിരുന്ന, അവിടുത്തെ രാജാക്കന്മാർ ഫറവോമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ ഫറവോമാരുടെ ശവകുടീരങ്ങളാണ് ഈ പിരമിഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ചിത്രമാണ് സ്ക്രീനിൽ കാണുന്നത്. ഇനി മറ്റൊരു സിവിലൈസേഷനാണ് ചൈനീസ് സിവിലൈസേഷൻ, ചൈനീസ് സംസ്കാരം. ഇത് ഏത് നദിക്കരയിലാണ് വളർന്നത്? ഇത് വളർന്നത് ഒയാങ്ഹോ റിവറാണ്. ഒയാങ്ഹോ നദിക്കരയിലാണ് ഈ സംസ്കാരം വളർന്നത്. ഇവരുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ചൈനീസ് സ്ക്രിപ്റ്റാണ്. ഇവരുടെ ലിപി എന്ന് പറയുന്നത് ചൈനീസ് സ്ക്രിപ്റ്റാണ്. അതുപോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ വെങ്കല ശില്പങ്ങൾ, ബ്രോൺസ് സ്കൾപ്ചറുകൾ, അതായത് വെങ്കലം ഉപയോഗിച്ചുകൊണ്ട് പ്രതിമകളൊക്കെ നിർമ്മിക്കാൻ ഈ ചൈനീസ് സിവിലൈസേഷനിലെ ആളുകൾക്ക് നല്ല കഴിവുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ അവർ നിർമ്മിച്ച ഒരു ചൈനീസ് ബ്രോൺസ് സ്കൾപ്ചറാണ്, ഒരു പ്രതിമയാണ് സ്ക്രീനിൻ്റെ വലതുവശത്ത് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യൻ എന്തോ പിടിച്ചിരിക്കുന്ന ഒരു പ്രതിമയാണ് ഇത്. ചൈനീസ് സംസ്കാരത്തിൽ നിന്ന് കിട്ടിയ ഒരു പ്രതിമയാണ്. അവർക്ക് നല്ല രീതിയിൽ ബ്രോൺസ് ഉപയോഗിച്ചുകൊണ്ട് പ്രതിമകൾ അഥവാ സ്കൾപ്ചേഴ്സൊക്കെ നിർമ്മിക്കാൻ സാധിച്ചിരുന്നു. ഇനി മറ്റൊരു സിവിലൈസേഷനാണ് ഹരപ്പൻ സംസ്കാരം. ഹാരപ്പൻ സിവിലൈസേഷൻ, ഇതിനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയാറുണ്ട്, അഥവാ സിന്ധു നദീതട സംസ്കാരം എന്നും പറയാറുണ്ട്. ഇത് ഏത് നദിക്കരയിലാണ് വികസിച്ചത്? ഇത് സിന്ധു നദിക്കരയിലാണ് ഈ ഹാരപ്പൻ സംസ്കാരം വളർന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എല്ലാ സിവിലൈസേഷനും വികസിച്ചത് വളർന്നു വന്നത് എവിടെയാണ്? ഏതെങ്കിലുമൊക്കെ നദിക്കരയിലായിരിക്കും. അപ്പോൾ ഈ ഹരപ്പൻ സംസ്കാരം വളർന്നു വന്നത് സിന്ധു നദിക്കരയിലാണ്, അഥവാ ഇൻഡസ് റിവറിൻ്റെ തീരത്താണ്. ഈ പ്രദേശം, ഈ ഹാരപ്പൻ സംസ്കാരം വളർന്നു വന്ന പ്രദേശം ഇന്നത്തെ പാകിസ്ഥാനും ഇന്ത്യയും ഉൾപ്പെടുന്ന പ്രദേശമാണ് അതിൽ ഉൾപ്പെടുന്നത്. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് നല്ല രീതിയിലുള്ള ടൗൺ പ്ലാനിങ്, നഗരാസൂത്രണം ഉണ്ടായിരുന്നു. ഇവരുടെ സിറ്റികളൊക്കെ നല്ല രീതിയിൽ വൃത്തിയുള്ള, നല്ല ഭംഗിയുള്ള സിറ്റികളായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ തെരുവുകളും ഇവരുടെ സ്ട്രീറ്റൊക്കെ നല്ല സ്ട്രീറ്റുകളായിരുന്നു. അതുപോലെ ഇവർക്ക് നല്ല അഴുക്കുചാൽ സമ്പ്രദായം, ഡ്രെയിനേജ് സിസ്റ്റം, ഇവരുടെ സിറ്റിയിലെയും വീട്ടിലെയും ഒക്കെ മാലിന്യങ്ങൾ അടങ്ങിയ വെള്ളമൊക്കെ നല്ല രീതിയിൽ അഴുക്കുചാലിലൂടെ ഒഴുകി നല്ല വൃത്തിയായി അവർ സൂക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ധാന്യപ്പുരകൾ, ഗ്രാനറീസ്, ഇവർ കൃഷി ചെയ്യുന്ന ധാന്യങ്ങൾ, ഗ്രെയിൻസൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ ഗോഡൗണുകൾ ഇവർക്കുണ്ടായിരുന്നു. അതുപോലെ ഇവരുടെ കാലത്ത് നല്ല ട്രേഡ് സെൻറ്റേഴ്സ്, കച്ചവട കേന്ദ്രങ്ങളുണ്ടായിരുന്നു, ചന്തകളുണ്ടായിരുന്നു. അതുപോലെ ഇവരെന്ത് ഉപയോഗിച്ചിരുന്നു? ചുട്ട ഇഷ്ടികകൾ, ബേൺഡ് ബ്രിക്സ് ഇവർ വീട് നിർമ്മിക്കാനും മറ്റുമൊക്കെ ഉപയോഗിച്ചിരുന്നു.
അതുപോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത, ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇവർ ബഹുനില കെട്ടിടങ്ങൾ, അന്നത്തെ കാലത്ത് ആളുകളുടെ 2 നിലയുള്ള കെട്ടിടങ്ങളൊന്നും നിർമ്മിച്ചിരുന്നില്ല. എന്നാൽ ഹരപ്പൻ സംസ്കാരത്തിൽ, ഹരപ്പൻ സിവിലൈസേഷൻ്റെ കാലത്ത് ആളുകൾ മൾട്ടി സ്റ്റോറേഡ് ഹൗസസ് നിർമ്മിച്ചിരുന്നു. ഈ ചുട്ട ഇഷ്ടികൾ ഉപയോഗിച്ചുകൊണ്ട് 2 നിലകളുള്ള കെട്ടിടങ്ങളൊക്കെ ഇവർ ഉപയോഗിച്ചിരുന്നു എന്നത് അത്ഭുതമാണ്. ഇനി അതുപോലെ തന്നെ ഇവർക്ക് എന്തുണ്ടായിരുന്നു, ഒരു ആർട്ട് ഓഫ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു. എല്ലാ സംസ്കാരങ്ങൾക്കുള്ള പോലെ തന്നെ ഇവർക്ക് ഒരു എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു, ആർട്ട് ഓഫ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ആ എഴുത്തുവിദ്യയുടെ ഇതുവരെ നമുക്ക് വായിച്ചെടുക്കാനൊന്നും സാധിച്ചിട്ടില്ല, അതിൻ്റെ പേര് നമുക്ക് അറിയില്ല. നമുക്ക് ഹരപ്പൻ സംസ്കാരത്തിൽ എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു. ഇനി ഈ ഹരപ്പൻ സംസ്കാരത്തിൻ്റെ വലിയ സംസ്കാരമായിരുന്നു. അവിടെയുള്ള സിറ്റികളുടെ പേരാണ്, പ്രധാനപ്പെട്ട സിറ്റികളായിരുന്നു ഏതൊക്കെ? മോഹൻജദാരോ, ഹരപ്പ, കാലിബംഗൻ, ലോത്താൽ. ഇതൊക്കെ എന്താണ്, ഈ ഹരപ്പൻ സിവിലൈസേഷന് കീഴിലെ പ്രധാനപ്പെട്ട സിറ്റികളായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ സിറ്റികൾ ചേരുമ്പോഴാണ് വലിയ ഒരു സിവിലൈസേഷനായി മാറുന്നത്. ഇനി ഈ ഹരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് കാണുന്ന പ്രധാനപ്പെട്ട ഒരു തെളിവാണ്, ഒരു റിമെയിൻസ് ആണ് ഗ്രേറ്റ് ബാത്ത് അഥവാ മഹാസ്നാനഘട്ടം. ഇത് ഹരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് വലിയ ഒരു കുളമാണ്, കുളിക്കാനൊക്കെ പറ്റുന്ന കുളിമുറികളൊക്കെയുള്ള വലിയ ഒരു കുളമാണ് ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. ഇതൊക്കെ അവരുടെ കഴിവുകളുടെ, ഈ ഹരപ്പൻ സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന ആളുകളുടെ ഇതൊക്കെ നിർമ്മിക്കാനുള്ള കഴിവിൻ്റെ ഒരു ഉദാഹരണമാണ് ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ശിലായുഗം, സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. 2 തരം സ്റ്റോൺ ഏജ് ഉണ്ട്, പാലിയോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്, അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ബ്രോൺസ് ഏജിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ബ്രോൺസ് ഏജ് സിവിലൈസേഷനെ കുറിച്ച്, ഏതൊക്കെയാണ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പറയുന്നത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ സ്കൂളിലെ പാഠപുസ്തകം നന്നായി വായിക്കുക.